വിഘ്നങ്ങൾ അകറ്റുന്ന വിഘ്നേശ്വരന് മംഗളമായി മാംഗല്യം. മള്ളിയൂർ ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിലെ ഗണേശ പുരാണ സപ്താഹ യജ്ഞവേദിയിലായിരുന്നു ഭക്തർക്ക് ദർശന സുഹൃതമായി ശ്രീ ഗണേശ കല്യാണോത്സവം അരങ്ങേറിയത്. കേരളത്തിൽ ആദ്യമായാണ് ഗണേശ പുരസ്കാര സപ്താഹ നടക്കുന്നത്. മള്ളിയൂർ മഹേശ്വരൻ നമ്പൂതിരിയുടെയും യജ്ഞാചാര്യൻ ശരത് എസ് ഹരിദാസിന്റെയും കാർമ്മികത്വത്തിലായിരുന്നു ചടങ്ങുകൾ. ഗണപതി കല്യാണം നാളെ നീളെ എന്നാണല്ലോ. പക്ഷേ ഇന്നായിരുന്നു ആ സുദിനം. മള്ളിയൂർ ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിൽ ഗണനായകനായ വിനായകന്റെ വിവാഹ ആഘോഷം നടന്നു. കാത്തുകാത്തിരുന്ന വിവാഹമായിരുന്നു. വരൻ ദേവനാഥൻ ശ്രീ മഹാഗണപതി, വധു 2 പേർ സിദ്ധിയും ബുദ്ധിയും. കതിർ മണ്ഡപം മള്ളിയൂർ ശ്രീ മഹാഗണപതി ക്ഷേത്രം. ഗണനായകന്റെ വിവാഹാഘോഷങ്ങൾക്കായി അലങ്കാരമൊരുക്കുകയാണ് പരിചാരകർ. ഗജാനനന് പ്രിയപ്പെട്ട ലഡുവും പലഹാരങ്ങളും ഫലവർഗ്ഗങ്ങളും നിരന്നു. പൂത്താലങ്ങളുമായി കാത്തിരുന്നു ഭക്തർ. സ്വാഗതമോദി തകിലും കൈമണിയും നാദസ്വരവും. അണിഞ്ഞൊരുങ്ങിയെത്തി വരനും വധുവും. വൈകുണ്ഠനാഥൻ മഹാവിഷ്ണു മുന്നിൽ. ഇനി പ്രദക്ഷിണം. കഴിഞ്ഞ 5 ദിവസമായി ഗണേശ പുരാണ പാരായണം നടത്തിയ യജ്ഞവേദിയിൽ വധൂവരന്മാരെ പ്രതിഷ്ഠിച്ചു. ഒടുവിൽ മുഹൂർത്തം. താലിയണിഞ്ഞു സിദ്ധിയും ബുദ്ധിയും. വരണമാല്യം ചൂടി വിനായകൻ. എത്രമാത്രം പ്രതിസന്ധികളെ അതിജീവിച്ചിട്ടാണ് ഈ വിവാഹത്തിലെത്തിയിട്ടുള്ളത്. ഭഗവാൻ കല്യാണത്തിന് വീട്ടിൽ നിന്ന് പുറപ്പെട്ട മുതൽക്ക് തന്നെ അപകടങ്ങളുടെ ഒരു ഘോഷയാത്രയാണ് സംഭവിച്ചത്. ഭഗവാന് തന്നെ എല്ലാ വിഘ്നങ്ങളും നശിപ്പിക്കണ ആ ഭഗവാന് തന്നെ ഇത് സംഭവിക്കാമെങ്കിൽ നമ്മൾ മനുഷ്യൻ്റെ അവസ്ഥ പറയേണ്ട ആവശ്യമില്ല. അതിന് ഭഗവാനെ തന്നെ ആശ്രയിക്കുകയാണ് വേണ്ടതെന്നുള്ളത് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ ഉച്ചയ്ക്ക് വരെയുള്ള ഈ വിവാഹോത്സവം പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. ഗംഭീരമായിട്ട് നടന്നു. ഭഗവാന്റെ വിവാഹം വളരെ ഭംഗിയായിട്ട് മഹാഗണപതി നടത്തി തന്നു. അത്ര ഗംഭീരമാവുമെന്ന് ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഇത്രയും ആദ്യമായിട്ടൊരു സ്വയംവര വിവാഹം നടക്കുമ്പോൾ, പ്രത്യേകിച്ച് മഹാഗണപതി വിവാഹം അതിവിപുലമായ രീതിയിൽ അനവധി ഭക്തന്മാരുടെ ആ പ്രാർത്ഥനയിൽ അല്ലെങ്കിൽ അവരുടെ സാന്നിധ്യത്തിൽ ഭംഗിയായി നടത്താൻ സാധിച്ചു. എല്ലാം മഹാഗണപതിയുടെയും അച്ഛൻ്റെയൊക്കെ ഒരു അനുഗ്രഹം തന്നെയാണ്, സംശയമില്ല. ഉടൻ തന്നെ 5 മാസത്തിനകം ഈ സപ്താഹം നടക്കുകയും ഗണേശൻ്റെ കൃപ എല്ലാം വിചാരിച്ച പോലെ ഭംഗിയായിട്ട് നടന്നു വരുന്നു. ഇന്ന് കല്യാണം ഭംഗിയായിട്ട് നടന്നു. വളരെ സന്തോഷം തോന്നുന്നു. ശേഷം സമൃദ്ധമായ വിവാഹ സദ്യ. ഭാഗവത സപ്താഹങ്ങളിൽ രുക്മിണി സ്വയംവരം കണ്ടിട്ടുണ്ടെങ്കിലും അപൂർവമായ ഗണപതി കല്യാണത്തിന് സാക്ഷിയായതിന്റെ നിർവൃതിയിൽ ഭക്തർ. സിദ്ധി ബുദ്ധി വിനായക ദമ്പതികളെ അനുഗ്രഹിച്ചും നെടുമംഗല്യം നേർന്നുമാണ് ഭക്തജനങ്ങൾ പിരിഞ്ഞത്. കേരളത്തിലെ ആദ്യ ഗണേശ പുരാണ സപ്താഹത്തിലെ ഏറ്റവും മനോഹരമായ നിമിഷമായിരുന്നു ഇത്. ക്യാമറമാൻ വിവേക് ജി വിനോദിനൊപ്പം മിഥുനയ്യപ്പൻ, ജനം, കോട്ടയം.